ചെറുശ്ശേരി നമ്പൂതിരി 15-ാം നൂറ്റാണ്ടിൽ വടക്കൻ കേരളത്തിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു. 1466-75 കാലത്ത് കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാവുന്നത്. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഉദയവർമ്മ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ രാജാവ് തോൽക്കുമെന്നായി. അപ്പോൾ അടുത്തുണ്ടായിരുന്ന രാജാഗ്നി കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുവാനെന്ന മട്ടിൽ ഇപ്രകാരം പാടി: അർത്ഥം മനസ്സിലാക്കിയ രാജാവ് കാലാൾ കരു നീക്കി പരാജയത്തിൽ നിന്നും കരകയറി. സന്തുഷ്ടനായ രാജാവ് പത്നി പാടിയ ഈണത്തിൽ ഒരു കാവ്യം രചിക്കാൻ ചെറുശ്ശേരിയോട് ആവശ്യപ്പെടുകയും അപ്രകാരം രചിക്കപ്പെട്ടതാണ് കൃഷ്ണഗാഥയെന്നുമാണ് ഐതിഹ്യം. കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ട് എന്ന് മറ്റൊരു പേരുകൂടിയുണ്ട്. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കിയാണ് കൃഷ്ണഗാഥ രചിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയുടെ ഇതിവൃത്തം.